ഹലോ, ഹാപ്പി ആയിട്ടുള്ള പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ആസിഫ് ആൻഡ് എന്റെ കൂടെ നിങ്ങളുടെ സ്വന്തം RJ ഷാക്കിർ. ദിസ് ഈസ് ഫ്രം സുനോ നിജ 2.25. ബച്ചോ കൃപയാ ധ്യാൻ ദേ. ഹലോ, സുനോ നിജാത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആകെ എന്തൊക്കെയായിരുന്നു പിള്ളേരുടെ ഇടക്കൊക്കെ ഒരു വർത്താനം കേട്ടിരുന്നു. പക്ഷേ ഈ എപ്പിസോഡ് ഇത് ഞങ്ങൾ പൊളിച്ചടിക്കില്ല. അതല്ല, നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അടുത്ത ആഴ്ചത്തെ ലീവിന്റെ സന്തോഷത്തിലായിരിക്കും നമ്മുടെ പുതിയ പിള്ളേരൊക്കെ. അടുത്ത ആഴ്ച പിന്നെ നമ്മളുടെ എപ്പിസോഡ് ഉണ്ടാവൂല കേട്ടാ. പിന്നെ നമുക്കെന്ത് ലീവല്ലേ? ലീവ് ആയാലെന്ത്, ഇല്ലെങ്കിൽ എന്ത്, ഇനി ഒന്നും ഇല്ലേലും എന്ത്. പക്ഷെ മാഗസിൻ കൊടുക്കാതെ ലീവിന് പോവാൻ പറ്റത്തില്ല. ഭീഷണിയാണോ? ആണെന്ന് കൂട്ടിക്കോ. പിന്നെ ഇപ്പൊ എവിടെ നോക്കിയാലും നാദിയുടെ പ്രസിഡന്റാ. പള്ളിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ നാദിയുടെ പ്രസിഡന്റ്, ഫോട്ടോ എടുക്കണമെങ്കിൽ നാദിയുടെ പ്രസിഡന്റ്. ഇപ്പൊ നോക്ക്, അടുത്ത ക്യാമ്പസ് തിയേറ്ററിനുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് എല്ലാം നാദിയുടെ പ്രസിഡന്റ്. ഇത് ചെയ്യേണ്ടുള്ള ലൈബ്രറി വിങ് ആണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് ഇല്ലാത്തോണ്ടാണെന്ന് അറിഞ്ഞൂടാ ക്യാമ്പസ് തിയേറ്റർ നടന്നതുമില്ല. പിള്ളേരൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. തുടങ്ങിയാലേ ഉള്ളൂ, പയ്യെ പയ്യെ ശരിയായി. അങ്ങനെയൊന്നുമല്ല, ഒരു പരിപാടി മാനമഴകി ചെയ്യണം. ഈ ആഴ്ച 2-3 സ്പെഷ്യലൊക്കെ കിട്ടിയല്ലേ? ആടാ, ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു അതിന്റെ ഹൈലൈറ്റ്. ഹൈദരാബാദി ബിരിയാണിയാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഒന്ന് ലീവായിരുന്നില്ലേ? എന്നാലൊന്ന് പറയായിരുന്നു, ഓടി എത്തിയേനെ. എന്തായാലും ബിരിയാണി അടിപൊളിയായി. ഷെഫീക്കുള്ളോണ്ട് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. എന്നാൽ എന്തായിരിക്കുമല്ലേ ഹൈദരാബാദി ബിരിയാണിന്ന് വരുന്നത്? അത് ഹൈദരാബാദിൽ ഉണ്ടാക്കിയോണ്ടായിരിക്കും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വീരാൻകുട്ടീസ് ബിരിയാണി എന്നല്ലേ പറഞ്ഞത്? ഇതങ്ങനെയൊന്നും അല്ലടാ. Hyderabadi biryani, a beloved dish in India, traces its origins to the royal kitchens of the Nizams, the former rulers of Hyderabad, around the 17th century. വലിയ എന്തോ സംഭവമാണ്. ബിരിയാണി കഴിച്ച എല്ലാരെയും അമ്മക്ക് വിട്ടിരിക്കല്ലേ? നമുക്കൊരു പാട്ടിലോട്ട് പോവാ. സോ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു സുനോ നിജ 2.25. ബച്ചോ കൃപയാ ധ്യാൻ ദേ. ഡിപ്പാർട്ട്മെന്റിന്റെ സംഘടനയുടെ ഒക്കെ ആയിട്ട് പരിപാടികൾ ഇങ്ങനെ അങ്ങുങ്ങായിട്ട് കുറെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ എന്തോ തകരാറുമില്ല. ആരും അറിയാത്തതാണോ അത് അറിഞ്ഞിട്ട് പ്രതികരിക്കാത്തതാണോ? അതൊന്നുമല്ലടാ, ഈ പുറത്തൊന്നും പരിപാടി എത്തണില്ല. പണ്ടാരെ പറഞ്ഞോലേ, കുറച്ച് ഓവറായാലേ നാലാൾ ശ്രദ്ധിക്കുള്ളൂ. ഇതിനെന്തോ ഒരു പരിഹാരം? വേറെ പരിഹാരമൊന്നുമില്ലേ? ഉണ്ട്, പറയാനുണ്ട്. വിദ്യാർത്ഥികളുടെ കഴിവ് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് നാദിയ പെൻഡ്രഡ് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. മിഷൻ 100, 100 ഔട്ട്റീച്ച്. ദുട്ടകടിയെ അതിന്റെ ഇടയ്ക്ക് പരസ്യമൊക്കെയാണോ? എന്തായാലും വൈൻഡപ്പിന് മുമ്പ് നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം. പാകിസ്ഥാനെതിരെ തിരിച്ചടി സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷ്യം വലുതെന്നും സമയം കുറവെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ലക്ഷ്യമിട്ട് പാക് സൈബർ ആക്രമണം. കൂടുതൽ ആക്രമണത്തിന് ഭീകരർ പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. റാപ്പർ വേടനെതിരെ മൃഗവേട്ടയടക്കം വകുപ്പുകൾ. 2 ദിവസം വനവകുപ്പിന്റെ കസ്റ്റഡിയിൽ. ആരാധകർ നൽകിയത് യഥാർത്ഥ പുലിപ്പലാണെന്ന് അറിഞ്ഞില്ല എന്ന് വേടൻ. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് വിവാദമായതോടെ വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് ക്ഷണക്കത്തയച്ച സർക്കാർ. പങ്കെടുക്കുന്നത് പാർട്ടിയോട് ആലോചിക്കുമെന്ന് VD സതീശൻ. മലപ്പുറത്ത് തെരുവുനായയുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ 5 വയസ്സുകാരി മരിച്ചു.
ആഴത്തിലുള്ള മുറിവായതുകൊണ്ടാകാം വാക്സിൻ ഫലിക്കാത്തത് എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മംഗളൂരുവിൽ ക്രിക്കറ്റ് മത്സരത്തിനിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. 15 പേർ അറസ്റ്റിൽ. ഷീല സണ്ണിയെ കൊടുക്കാനുള്ള ലഹരി സ്റ്റാമ്പ് വാങ്ങിയത് മകന്റെ ഭാര്യ സഹോദരി ലിവിയ. ഷീലയുടെ ഇറ്റലിയിലെ ജോലി അവസരം ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. ഷീലയുടെ ബാഗിൽ സ്റ്റാമ്പ് വെച്ചതും ലിവിയ എന്ന് വെളിപ്പെടുത്തി നാരായണദാസ്. ദുബായിലേക്ക് കടന്ന ലിവിയയെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടും. കാനഡയിൽ കാർണിക്കാലം. ലിബറൽ പാർട്ടിക്ക് 3ാം വട്ടവും ഭരണം. 165 സീറ്റുകളിൽ മുന്നേറ്റം. വിജയം ട്രംപിന്റെ ചതിക്ക് ജനം നൽകിയ ഉത്തരമെന്ന് മാർക്ക് കാർണി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ വി ആർ സൈനിങ് ഓഫ് ആൻഡ് ദിസ് ഈസ് RJ